നമുക്കറിയാം ഈ സിറിയൻ പാരമ്പര്യം പിന്തുടർന്ന 8 സഭകൾ ഇന്ത്യയിലുണ്ട്. ആ സഭകളെല്ലാം പരമാധ്യക്ഷന് ആയി പാത്രീസ് ബാവനെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിധി, വ്യാപ്തി ഒത്തിരി എക്സ്റ്റൻസീവ് ആവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു 1836 CSI സഭ ആയത്. അവർ 1836 അതുപോലെ എൻ്റെ കണക്കുണ്ട്. 1889 മാർത്തോമ സഭ ഉണ്ടാകുന്നു. 1925 മലങ്കര ഓർത്തഡോക്സ് സഭ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ എല്ലാം ബേസ് സിറിയൻ രീതിയാണ്, സിറിയൻ പാരമ്പര്യമാണ്. നമുക്കറിയാം പള്ളിയെ കുർബാന നോക്കിയ എല്ലാ സഭകളിലെയും ഒരേ രീതിയില്ല. അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ കുർബാന രീതി എല്ലാം ഒരേ രീതിയില്ല. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ 1762 ഒരു കാതോലിക് ഉണ്ടായി ഒരു കാണുന്നു. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് തോന്നുന്നു അത് മലബാർ ഇൻഡിപെൻഡൻറ്റ് ക്രിസ്ത്യൻ ചർച്ച് എന്ന രീതിയിൽ അതാണ് ഇപ്പം സീറോ മലബാറിൻ്റെ തുടക്കം എന്നാണ് എൻ്റെ ലിമിറ്റഡ് നോളജ്.